ഇത് നമ്മുടെ ഷാജിദ ഷാജിയെ കുറിച്ചാണ് എൻ്റെ വാക്ക് പറയാമെന്ന് വിചാരിച്ചു. ഷാജിദ ഷാജി ഇപ്പൊ ഒന്ന് ഒതുങ്ങിയിരിപ്പുണ്ട്. കാരണം വേറൊന്നുമല്ല, ഷെരീഫ് കേസ് കൊടുത്തിരിക്കുകയാണ്. ഷാജിദായും കൊടുത്തു. അപ്പൊ ഷെരീഫ് കൊടുത്തത് ഷാജിദ കൊടുത്തത് ഷാജിദായ കയറി പിടിച്ചെന്നും ഷെരീഫിന്റെ വാപ്പായും ഷെരീഫും കൂടെയൊക്കെ കയറി പിടിച്ചെന്നൊക്കെ പറഞ്ഞാണ് ഷാജിദ കൊടുത്തത്. പക്ഷെ പിടിക്കുന്നത് നമ്മൾ കണ്ടില്ലല്ലോ, ലൈവ് നമ്മൾ കണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. പാവം ആ വാപ്പായ എന്തെല്ലാം ചീത്ത വിളിച്ച്, ആ ഉമ്മായ ചീത്ത വിളിച്ച്, ആ കുട്ടികളെ വെച്ചിട്ട് പറഞ്ഞു അവിടെ അങ്ങനത്തെ പരിപാടിയാണ് നടക്കണതെന്ന് പറഞ്ഞു. ഷെരീഫിന്റെ വൈഫിനെ കുറിച്ച് ഇതെല്ലാം മോശമായിട്ട് ഈ ഷാജിദ ചീത്തയാണ് അവിടെ കിടന്ന് വിളിച്ചത്. അയൽവക്കത്തെ വീട്ടിൽ പോയി ഷെരീഫിന്റെ വീടെന്നും പറഞ്ഞ് ആ അയൽവക്കക്കാരെ ഫുള്ള് വിളിച്ചിട്ട് വീട്ടിന്റെ വെളിയിൽ കതവ് തുറക്കുന്നതിന് മുമ്പ് തന്നെ വെളിയിൽ നിന്നുകൊണ്ട് നാട്ടുകാരെ ചീത്ത വിളിച്ച് അയൽവക്കത്തെ വീട്ടിൽ പോയി വിളിച്ചിട്ട് അവര് ഇതെന്ത് വട്ട് കേസാ എന്നും പറഞ്ഞുകൊണ്ട് വീട്ടുകാരിറങ്ങി വന്നപ്പോഴാണ് അറിയണത് ഇവള്. അപ്പോഴേ ആ വീട്ടുകാരെ കണ്ടപ്പോ ഇവളൊന്ന് ഒതുങ്ങി. അവിടെ നിന്ന് ഇത് വീട് മാറിപ്പോയാന്നും പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ തൊട്ടടുത്ത് തന്നെ ഷെരീഫിന്റെ വീട്, ആ വീട്ടിൽ വന്നിട്ട് ചീത്ത മൊത്തവും വിളിച്ചിട്ട് അവസാനം പറഞ്ഞിരുന്നു ഷെരീഫിന്റെ വാപ്പായും ഷെരീഫും കൂടെയൊക്കെ കയറി പിടിച്ചെന്നും പറഞ്ഞ് ലാസ്റ്റ് നിവർത്തി കെട്ട് ഷെരീഫിന്റെ വാപ്പായ ചീത്ത വിളിച്ചപ്പോ ഷെരീഫ് എന്തോന്ന് ചെയ്തു, ഓട്ടിക്കണ കണ്ട്. ഓട്ടിച്ചപ്പോ ഇവള് കുണുകുണുകുണുകുണാ ഓടിയിട്ട് കേസ് കൊടുക്കാൻ പോയി. കേസ് കൊടുത്തു. ഷെരീഫ് എന്തോന്ന് ചെയ്ത് ചൈൽഡ് കേസ് കൊടുത്തു. അതുപോലെ ഷെരീഫിന്റെ വാപ്പ കേസ് കൊടുത്തെന്നു, ഉമ്മ കേസ് കൊടുത്തു, അതുപോലെ വൈഫ് കൊടുത്തു. എല്ലാവരും ഇവളാണ് വീട് കയറി അക്രമം കാണിച്ചതിന്റെ പേരിൽ അവരെല്ലാരും കേസ് കൊടുത്തു. അപ്പൊ അതിന്റെ കേസിന്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഇന്ന് ഷെരീഫ് വന്നിട്ടുണ്ടായിരുന്നു. ഷെരീഫിനെ ഗൾഫിൽ വിടൂല എന്നൊക്കെയുള്ള ഇതാണ് ഇവള് പറഞ്ഞത്. ഷെരീഫിനെ ഗൾഫിൽ വിടൂല എന്ന് പറയാം. ഇവളല്ലേ ചെന്ന് കിടന്ന് ആ കുടിയപരാധം വിളിച്ച വീട്ടിലിടിച്ച് കയറി ചെന്ന് കിടന്നിട്ട്. അപ്പം അത് 2 കുട്ടികളെയും കൊണ്ടാണ് പോയത്. ഏറ്റവും ഉള്ള 2 കുട്ടികൾ. ഈ കുട്ടികളാണ് ഷാജിദാക്ക് ബലം. ഈ കുട്ടികളെ കാണുമ്പോ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പോലീസ് സ്റ്റേഷനിലായും ആയാലും ഈ കുട്ടികളെ കാണുമ്പോൾ വെറുതെ വിടും. പോരെങ്കിൽ എനിക്ക് 5 മക്കളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ നാട്ടില് ഇറങ്ങി ചീത്തകള് ആളുകളെ വിളിക്കണതും. അതുപോലെ ഇപ്പൊ പണം ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് തെണ്ടണുണ്ട്. കഴിഞ്ഞ ലൈവില് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു. മുമ്പ് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉള്ളൊരു തെണ്ടിയപ്പോ ഈ കണ്ട ആളുകൾ മൊത്തവും പണം ഇട്ട് കൊടുത്തു. അവരെ വീണ്ടും അടുപ്പിക്കാനുള്ള പ്ലാനാണ്. വീണ്ടും അടുപ്പിച്ചെടുക്കണം. അതിനുവേണ്ടിയാണ് ഇത്തിരി ഒന്ന് ഒതുങ്ങിയിരിക്കണത്. അപ്പൊ ഷെരീഫിന്റെ വീട്ടിലുള്ള ഒരു ഫുള്ളും കേസ് കൊടുത്തതിന്റെ ആ പേരിലുമാണ് ഇപ്പൊ ഷാജിദ ഒന്ന് ഒതുങ്ങിയിരിക്കണത്. അതാണ് കമന്റ് ഇടുന്നവരെ പോലും ഇപ്പൊ ഒന്നും പറയുന്നില്ല. വെറും പാവം, ഒന്നും ഇല്ല എന്നുള്ളൊരു തെണ്ടല് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോഴാളുകൾ ഗൂഗിൾ പേ നമ്പറിൽ പണം അയച്ചു കൊടുക്കും. അതിനു വേണ്ടിയുള്ള പ്ലാനാണ്. അതിന് പറയണ ഷെരീഫ് അവിടെ കിടന്ന് ആ ടൗണില് ഉള്ളവര് മൊത്തം ഷെരീഫിനെ കണ്ടുകൂടെന്നും ഇങ്ങനെയൊക്കെയുള്ള വാക്കാണ് അവള് പറയണത്. സത്യം പറഞ്ഞാൽ അവിടെയുള്ള നാട്ടുകാർ മൊത്തവും ഇപ്പൊ വെറുത്തിരിക്കുന്ന ഷാജിദായെയാണ്. ഷാജിദാരെ വീട്ടിൽ നിന്ന് ആ നെല്ലിക്കാടിന്ന് പോയതിന് ശേഷം അവിടെ ഉള്ളവർക്ക് ഫുള്ള് പ്രാന്തായിരുന്നു. അവിടെ നിന്ന് പോയതിന് ശേഷം ഇപ്പം ഷെരീഫിന്റെ വീട്ടിന്റെ അങ്ങോട്ട് കുടിയേറി പാർത്ത് അവിടെയുള്ള ജനങ്ങൾക്ക് മൊത്തം ഒരു ശല്യമായി മാറിക്കഴിഞ്ഞു. അപ്പൊ ഷെരീഫിന്റെ കുറച്ച് വാക്കുകൾ നമുക്ക് കേൾക്കാം. എനിക്ക് പുറത്ത് വിടേണ്ട ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് പുറത്ത് വിടാത്തത്. പിന്നെ അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട്. ഇന്നലെ വൈഫിനെ എല്ലാം വിളിപ്പിച്ചിരുന്നു. അവര് ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാ വീഡിയോസും ഇരുന്ന് ഫുള്ള് ചെക്ക് ചെയ്തു. എന്നിട്ട് അതിന് വേണ്ടത് എന്തൊക്കെയാണോ അതിന്റെ ഒക്കെ വകുപ്പ് ചാർത്തിയിട്ട് ഇന്നലെ FIR ഒക്കെ ഇട്ട് എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ വരും ദിവസങ്ങളിൽ അതിന്റെ അപ്ഡേഷൻ ഞാൻ പതുക്കെ അറിയിക്കുന്നുണ്ട്. ഇന്നലെ അപ്പൊ അവിടെ നടന്നത് ഫുള്ള് അറിയിക്കാൻ പറ്റില്ല. കാരണം ഇതിപ്പോ എന്റെ മാത്രല്ലല്ലോ, വേറെ ഇതിന്റെ മുമ്പ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായതല്ലേ. ഇവർക്കിപ്പോ ഇത് സ്ഥിരം തൊഴിലാണ്. അപ്പൊ ഞാൻ അതിനെ കുറിച്ചിട്ടും എന്റെ വീഡിയോസ് എന്ത് വീഡിയോ ചെയ്തപ്പോഴാണ് ഇവിടെ ഇഷ്യൂ ഉണ്ടായത് എന്നുള്ളപ്പോ ഞാൻ എന്റെ വീഡിയോസ് മുഴുവൻ ഇരുന്ന് കാണിച്ചു കൊടുത്തു. പിന്നെ അവളുടെ ഉമ്മാനെ കുറിച്ചിട്ട് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ കാണിച്ചു കൊടുത്ത കാര്യങ്ങളാണ് ഈ പറയണത്. ഷാജിദാരെ ഫുള്ള് ലൈവുകളായിരുന്നാലും വീഡിയോകളായിരുന്നാലും ഓരോരുത്തരെ ചീത്ത വിളിക്കുന്നത് ഫുള്ള് എടുത്തു വെച്ച് കാണിച്ചു കൊടുത്തു. പോലീസ് നോക്കിയിട്ട് ഭയങ്കര ചിരിയായിരുന്നു. ഇത് കൊള്ളാം, ഇതെന്തോന്ന്, ഇത് വട്ട് കേസാന്നല്ലേ ആരായാലും വിചാരിക്കുള്ളൂ. പോലീസ് അങ്ങനെയാണ്, ഇത് വട്ട് കേസ് കേട്ടിട്ട് അവരെന്നെ പറയാം, അയ്യോ എന്താപ്പത്. അപ്പൊ ഞാൻ പറഞ്ഞത് പറയുന്നത് ഒരു മാതാവിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നതും ചെയ്യുന്നതൊക്കെ. അതിനെ കുറിച്ചൊരു
പൗരൻ എന്ന നിലക്കാണ് ഞാന് പിന്നെ ഇതിന് റിയാക്ട് ചെയ്തത്. അതിനെ കുറിച്ചിട്ടൊരു സാധാരണ ഈ ഷെരീഫ് റിയാക്ട് ചെയ്തതിന്റെ കാര്യം ഷാജിദാര ഉമ്മായെ കുറിച്ചിട്ട് ഉമ്മായ വെട്ടാനായിട്ട് ഓങ്ങി നിന്നു. ഉമ്മായ വെട്ടാൻ മടവാള് എടുത്ത് ഇങ്ങനെ എവള് ഏന്തിക്കൊണ്ട് നിക്കേണ്. അതിനെ പാവ ഉമ്മ പിടിച്ചു വാങ്ങിച്ചു. ഇനി വെട്ടണമെങ്കിൽ എന്തോന്ന് ചെയ്യും, അവള് വെട്ടിയിടും, 2 തുണ്ടാക്കി ഇടും. അതേപോലെ നിക്കണു. അങ്ങനെ ആ മടവാള് ഇവിടെയൊക്കെ വെട്ടുകത്തി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മടവാള് ഈ ഉമ്മ പിടിച്ച് മേടിച്ചിട്ട് ഇവരങ്ങ് നിക്കേണ്. ഇവരൊക്കെ അങ്ങ് എന്തൊരു ചെയ്യണോന്ന് അറിഞ്ഞൂടാ. ഇവരെന്തൊക്കെയോ അങ്ങ് വിഷമം കൊണ്ട് ആ ഉമ്മ അതിനകത്ത് കാണിച്ചു കൂട്ടി. ഇവള് അതിനകത്ത് നിന്ന് വീഡിയോ എടുക്കുകയാണ്. എന്നിട്ട് ഇവള് പറഞ്ഞുണ്ടാക്കി എന്തരാണ്, ഉമ്മ അവളെ മക്കളെ തുണി പൊക്കി കാണിച്ചെന്നോ, തുണിയില്ലാതെ ഡാൻസ് കളിച്ചെന്നോ, ജെട്ടി ഡാൻസ് കളിച്ചെന്നും, പിന്നെ എന്തൊരു ബെല്ലി ഡാൻസ് കളിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇവള് എന്തൊക്കെയോ ചെയ്ത് ആ പാവ ഉമ്മായെ കൊണ്ട് കാട്ടിക്കൂട്ടി അമ്മായെ കൊണ്ട് ഓരോന്ന് ഇവള് കാട്ടിക്കൂട്ടിയതിന് ശേഷം ഈ ഉമ്മാരെ വീഡിയോകളെടുത്ത് പബ്ലിക്കിന്റെ മുന്നിൽ ഇട്ട്. ഇതുവരെ ഷെരീഫ് അതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലീസ് എല്ലാം കണ്ടെന്നാണ് പറയുന്നത്. അത് വേണം, അങ്ങനെ കാണണം, അന്തം വിട്ടു പോകൂലേ. ഇതിനെ കുറിച്ച് ഷെരീഫ് റിയാക്ട് ചെയ്തതിന്റെ പേരിലാണ്, അതിനെ കുറിച്ച് എല്ലാരും റിയാക്ട് ചെയ്തതിന്റെ പേരിൽ ഷെരീഫും ചെയ്തത് കൊണ്ടാണ് ഇവളിത് ഇത്രയും കാണിച്ചു കൂട്ടിയ. ഷെരീഫിന്റെ വീട്ടിൽ കയറി അടിക്കാനും ആ ബാപ്പായും ഉമ്മയെ എല്ലാരെയും അടിക്കാൻ കയറി, അവരെ മുഴുവനും ചീത്ത വിളിച്ച് ഇവളാണ് അവിടെയും കയറി അടിക്കാൻ കയറിയ. അതിന് നേരെ തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് 5 മക്കളെ പറ്റു പറയുമ്പോഴത്തേക്ക് പോലീസ് പാവത്തം കരുതി വിടും. അപ്പൊ ബാക്കി കേൾക്കാം. നിലക്കാണ് ഞാൻ ഇതിനെ എതിർത്ത് എന്റെ ഒരു അഭിപ്രായം എന്നുള്ള രൂപത്തിൽ എന്റെ ചാനലിൽ ഞാൻ ഇട്ടത്. അപ്പൊ അത് ഭയങ്കര മാനക്കേടുള്ള കാര്യമായി. സ്വന്തം തള്ളനെ പറയണത് മുഴുവൻ ഇതിലെടുത്ത് വാരി വലിച്ചിട്ടിട്ട് അതിന് കുഴപ്പമില്ല, അതിനെ കുറിച്ചിട്ട് പറഞ്ഞവർക്കാ കുഴപ്പം. മറ്റേ ആടുജോലി ഇപ്പം അവളാണ് ആ ഉമ്മാര തുണിയില്ലാത്ത ഫോട്ടോ എന്നും പറഞ്ഞെടുത്ത് പബ്ലിക്കിന്റെ മുന്നിൽ ഇട്ട്. ഏതെങ്കിലും ഒരു ഉമ്മമാര ഇതെടുത്തിടൂ, അല്ലെങ്കിൽ നല്ലതുപോലെ ഇരിക്കണത് നീ എടുത്തിട്ട് നീ റീച്ച് ഉണ്ടാക്കും. ഇത് ഉമ്മാര തുണിയില്ലാത്ത ഫോട്ടോയും ഉമ്മാര ബെല്ലി ഡാൻസും പിന്നെന്തേലും തുണി പൊക്കി കളിക്കുന്ന ഡാൻസ് എന്നും പറഞ്ഞുകൊണ്ട് ഇവക്ക് റീച്ചിന് വേണ്ടിയിട്ട് ഇവള് അതെടുത്തിട്ട് ഒരു ഉമ്മ നൊന്ത് പ്രസവിച്ച് ഇത്രയും വളർത്തി വലുതാക്കിയ ഒരു ഉമ്മാര വീഡിയോയാണ് എടുത്തിട്ടിരിക്കുന്നത്. വീഡിയോ എടുത്തിട്ടിട്ട് അവരെ കുറിച്ച് അങ്ങ് പറഞ്ഞ് പിന്നെ അവരെ അടിച്ചിറക്കണ ഇതും ഇവക്ക് റീച്ചിന് വേണ്ടിയിട്ട് ഈ ഷാജിദ പല കോലങ്ങളും കാണിച്ചു വെച്ചിട്ട് ഉമ്മായെ വെളിയിലിറക്കി പൂട്ടി താക്കോലും എടുത്തു. ആ പാവ ഉമ്മ എങ്ങോട്ടാ പോയി. എന്നിട്ട് ഇവൾ അതിനകത്ത് മക്കളെയും കൊണ്ട് കയറിക്കിടന്നു. ആരെങ്കിലും അങ്ങനെ ചെയ്യോ? ആരും ചെയ്യൂല. ലാസ്റ്റ് ചന്ദനത്തടിയായിട്ട് അവള് പോയി മുറിച്ച് അങ്ങനെ ഇതായി. പോലീസൊക്കെ വന്നു. അങ്ങനെ അതിന്റെ പേരിലൊക്കെ എങ്ങനെയോ എന്തോ അവിടെ നിന്ന് ഇറങ്ങിക്കൊടുത്ത് ആദ്യം താമസിച്ച വീട്ടില് ഉമ്മായ അടിച്ചിറക്കിയ വീട്ടില് താക്കോലും എടുത്തും കൊണ്ടാണ് ഇവള് പോയത്. ആ ഉമ്മ തിരിച്ചതിനകത്ത് കയറൂന്നും പറഞ്ഞു. ഇതൊക്കെ അനുഭവിക്കാതെ പിന്നെ എങ്ങോട്ട് പോകണം? വെടി മരുന്ന് നിറച്ചവർക്കും വെടി പൊട്ടിച്ചവർക്കും കുഴപ്പമില്ല, പക്ഷെ ഒച്ച കേട്ട നമുക്കാ കുഴപ്പം. എങ്ങനെ അതേമാതിരിയാണ് ഇപ്പൊ എന്റെ അവസ്ഥ. ഇതിപ്പോ ഇവർക്കൊക്കെ കാര്യങ്ങൾ ഏറെക്കുറെ പിടുത്തം കിട്ടിയിരിക്കും. പിന്നെ എനിക്കെതിരെയുള്ള കേസ് അത് വമ്പൻ കോമഡിയാ. ഞാനും എന്റെ വാപ്പയൊക്കെ കേറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. പൊന്ന് ഷാജിദ, നമ്മൾ കണ്ടോണ്ട് നിന്നതാണ്, എല്ലാരും കണ്ടതാണ് ഈ ലൈവുകള്. ഷെരീഫിന്റെ ലൈവ് കണ്ടു. ഷാജിദ ലൈവ് എടുത്തതിലൊന്നും നമ്മൾ കണ്ടില്ലല്ലോ. ഷാജിദ അത് പബ്ലിക്കിന്റെ മുന്നിൽ ഇട്ടല്ലോ ലൈവ്. നമ്മൾ കണ്ടില്ലല്ലോ നിന്നെ കയറി പിടിക്കാൻ. അല്ലെങ്കിൽ തന്നെ നിന്നെ കയറി പിടിക്കാൻ അയ്യേ, അത് കോമാളി ആയിട്ടുള്ളവരെ അതങ്ങനെ ചെയ്യുള്ളൂ. പക്ഷെ ഭയങ്കര വെസ്റ്റ് സാധനമല്ലേ. തെറ്റ് വരെ കണ്ടതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ കേസ് എടുത്തോളി സാറേ, ഒരു കുഴപ്പമില്ല. ഓളെ എങ്ങനെ പറയുന്ന വെച്ചേക്ക് അതുപോലെ നിങ്ങൾ FIR ഇട്ടിട്ട് എനിക്കെതിരെ കേസ് എടുത്തോളി. ഒന്നും തെളിവില്ലാതെ പാരും കൊണ്ടായിട്ട് നമ്മളെ തൂക്കിക്കൊല്ലൊന്നുമില്ലല്ലോ. എല്ലാരും കണ്ടു കാണും തൊട്ട് സെറ്റ് വരെ. മാക്സിമം ഞാനൊന്ന് കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കൊറേ അവിടെ കടന്ന് കഥകളി കളിച്ചു നോക്കി. ഞാനും തന്നെ ഒക്കെയാണ് കഴിയട്ടെ എന്ന് വിചാരിച്ചത്. അതാ പറയുന്നത്, ചില സ്ഥലങ്ങളിൽ നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം എന്ന് പറയുന്നത് അതന്നെ. അയ്യോ, നല്ല കഥകളിയാണ് കേട്ടാ കളിച്ചത്. ആ ഷെരീഫിന്റെ വാപ്പായ, ആ പ്രായം ചെന്ന വാപ്പായ എടാ പോടാ ഡോഗെ,
പിന്നെ ബാക്കിയുള്ള ഭാഷകളൊന്നും എനിക്ക് പറയാൻ പറ്റണില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും പ്രായം ചെന്ന അവളെ വാപ്പാരെ സ്ഥാനമുള്ള ഒരു വാപ്പായെ വിളിക്കുന്നത് ആ ഉമ്മായെ. അതുപോലെ ആ കുഞ്ഞു മക്കളെന്തോന്ന് പിഴച്ചടി നിന്റെ അടുത്ത്. 2 പെൺകുട്ടികൾ, കുഞ്ഞു മക്കളല്ലേ, ആ മക്കള് നിന്റെ അടുത്ത് എന്തിരുന്നു? നീ എന്തെല്ലാം ആ മക്കളെ പറഞ്ഞ് മക്കളെ വെച്ച് ഇരുത്തിക്കൊണ്ടാണ് അതിനകത്ത് പരിപാടി നടത്തണേന്ന് നീ പറഞ്ഞില്ലേ ആ മക്കളെ? പിന്നെ ഷെരീഫിന്റെ ഭാര്യ ഉണ്ടല്ലോ, അയ്യോ എന്തോ ഒരു നല്ല തങ്കപ്പെട്ട കൊച്ച്. ആ ഒരു കുട്ടി അത് പറഞ്ഞു ഒഴിഞ്ഞൊഴിഞ്ഞ് ആ ഷെരീഫിനെ പിടിച്ചു മാറ്റണം. എന്തിനാണ് അങ്ങോട്ട് പോവല്ലെന്ന്. എന്നിട്ട് പോലും ആ ഷെരീഫ് എത്രയോ ദൂരെ നിന്നും കൊണ്ടാണ് സംസാരിക്കണം. പക്ഷെ നീ അങ്ങനെ അല്ലല്ലോ, കെതിച്ചല്ലേ നീ കയറി ചെല്ലാം. ടക്കനാന്നും പറഞ്ഞ് അവരെ സിറ്റ് ഔട്ടിൽ ഇടിച്ചു കയറി ആ വാപ്പായെ അടിക്കാൻ പോണു, ഉമ്മായെ അടിക്കാൻ പോണു, ഷെരീഫിനെ അടിക്കാൻ പോണു, പെങ്കൊച്ചിനെ ഭാര്യയെ അടിക്കാൻ പോണു, ആ കുട്ടികളെ വേണമെങ്കിൽ ജനലിന്റെ ഇടയിൽ കൂടെ വലിച്ചിഞ്ഞെടുത്തിട്ട് ആ കണക്കിനല്ലേ കാണിച്ചു കൂട്ടിയത്. പക്ഷെ നിനക്ക് കുറെ എന്തായിരുന്ന പറയുമല്ലോ, കുറെ ഗുണ്ടാള കണക്ക് കുറെ എണ്ണത്തിനെ നീ കൊണ്ട് നടക്കുന്നുണ്ട്. അതിനായിട്ട് കുറെ സപ്പോർട്ടും ഉണ്ട്. അയ്യോ ഇതൊന്നും കൊണ്ടൊന്നും ആവൂല, ആരും പേടിക്കൂല കേട്ടോ. ആ ബുദ്ധി അവിടെ ഉപയോഗിച്ചോണ്ട് എന്തായാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ എന്റെ പേരിൽ എന്ത് കേസ് കൊടുത്താലും ശരി, ഞാൻ എപ്പോ ഗൾഫിക്ക് പോകണം, എപ്പോ ഗൾഫിക്ക് വരണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് അങ്ങനെ നടക്കും. അല്ലാതെ ഓളൊരു കേസ് കൊടുത്തോണ്ടൊന്നും എന്റെ പോക്ക് തടയാൻ കഴിയില്ല. പോക്ക് തടയാൻ കഴിയും എങ്ങനെയറിയോ, നമ്മള് സ്ഥിരം കേസിന് ഹാജരാവണില്ല, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ ഇത് 4 മണിക്കൂർ റൺ ചെയ്ത് അവിടെ എത്തും. അപ്പോ അത് കുഴപ്പമില്ല സാറേ, അത് ഞാൻ എപ്പോ വേണേലും കേസിന് ഹാജരാകാം. കാരണം നമ്മള് സ്വന്തമായിട്ടുള്ള പരിപാടിയാ, ഒരു അറബിയുടെ കീഴിൽ നിന്നിട്ടുള്ള പരിപാടിയൊന്നുമല്ല. അതുകൊണ്ട് എനിക്കതൊരു വിഷയമല്ല. എപ്പോ വേണമെങ്കിലും വരും പോവും ചെയ്യാം, അത് കുഴപ്പമില്ല. അവളേത് എന്താ പറയുന്ന അതുപോലെ നിങ്ങൾ കേസ് എടുത്തോ. പിന്നെ ജനുവിനാണോ അല്ലേ എന്നുള്ളതിന് അവളുടെ ഭാഗത്തുള്ള തെളിവ്, ഞാൻ എന്റെ ഭാഗത്തുള്ള തെളിവും ഞാന് സബ്മിറ്റ് ചെയ്തോളാം. അപ്പൊ എന്റെ ഏറെക്കുറെ ഞാനെല്ലാം അതിന്റെ വൃത്തിയിൽ കട്ട് പീസ് ആക്കിയിട്ടോ അല്ലാണ്ട് ഒക്കെ കറക്റ്റ് വീഡിയോസുകളും കാര്യങ്ങളും ഒക്കെ സ്റ്റെപ്പായിട്ട് ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്തിരുന്നു. പക്ഷെ എന്നെയും വൈഫിനെയും വിളിച്ചിട്ട് ഇന്നലെ ഞങ്ങള് മുഖാന്തരാണ് ഇന്നലെ ഇതുവരെ കാണുന്നത്. പിന്നെ ചൈൽഡിൽ നിന്ന് വിളിച്ചിരുന്നു, ചൈൽഡിൽ നിന്ന് ഒരു 3-4 പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു. അതൊക്കെ അവര് മറ്റേ കേസിന്റെ അപ്ഡേഷന് ചൈൽഡ് കേസ് കൊടുത്തത് നല്ലതാണ്. ആ കുട്ടികളെ പറഞ്ഞത് കേൾക്കണമായിരുന്നു. ആ 2 കുരുന്നു മക്കൾ അതിനകത്ത് നിൽക്കാണ്, അവര് വെളിയിലോട്ട് പോലും ഇറങ്ങുന്നില്ല. എവള് കിടന്ന് തെയ് എന്നും പറഞ്ഞ് എവള് ഇടിച്ച് അതിനകത്തോട്ട് കേറിയപ്പോ ഈ കുട്ടികൾ പേടിച്ചിട്ട് കിടന്ന് വിളിക്കണ്. അവര് കിടന്ന് നിലവിളിക്കുന്നുണ്ട് ആ കുഞ്ഞു മക്കൾ. എന്നിട്ട് പറയണ്, എടാ നീ അതിനകത്ത് ആ കുട്ടികളെയും വെച്ചിട്ടല്ലേടാ മറ്റേ പരിപാടി നടത്തണേന്ന്, ആ കുട്ടികളെ വെച്ചിട്ട്. എത്ര വിവരമുണ്ട് ഇവക്ക്. ഇവള് പറയുന്നല്ലോ 5 പുലിക്കുട്ടികളെ വളർത്തുന്നു. നോക്കിക്കോ ഷാജിദ, അത് നേരെ തിരിഞ്ഞ് കാണിച്ചു തരും. ഇത്രയും ഈ അപരാധങ്ങള് ആ ഒരു വീട്ടിന്റെ മുമ്പ് ചെന്ന് കിടന്ന് നീ വിളിച്ചല്ലോ ആ ഉമ്മായ, വയസ്സായ വാപ്പായ, ആ ഒരു നിരപരാധിയായ ഒരു പെൺകുട്ടി ഷെരീഫിന്റെ ഭാര്യ, ആ കുട്ടിയൊക്കെ നീ എന്തെല്ലാണ് പറഞ്ഞത്. അവളെ വെച്ച് എന്തായിരുന്നു, അവള് ചരക്കാണ്, അതിനകത്ത് നിന്റെ കൂട്ടുകാരന്മാരെ മറ്റോമാരെയൊക്കെ കേറ്റടാ, ചരക്ക് നല്ല ചരക്ക്. നിനക്ക് എത്ര വിവരം ഉണ്ടടി. നീ ഒരു പെണ്ണ് തന്നെ, ഈ ഒരു പെണ്ണാണെങ്കിൽ നീ അത് വിളിക്കൂലായിരുന്നു. നീ കുറിച്ചിട്ട് നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാലക്കാടത്തെ ചൈൽഡിന്റെ എന്തായാലും സൂപ്പറാട്ടോ. അവര് നമ്മൾ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് കൊടുത്താൽ അത് കാര്യമായിട്ട് എടുക്കുന്നുണ്ട്. അവരെന്നെ മോൾക്ക് വിളിച്ചു പറയുന്നുണ്ട്, അവരെന്നെ അതിന്റെ നടപടി കാര്യങ്ങളും എല്ലാം ഒക്കെ നമ്മളെക്കാൾ ഉഷാറിൽ അവർ ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഇത് ഇപ്പൊ ഇന്ത്യയിൽ മാത്രം വിഷയമല്ലല്ലോ, ഇതിനു മുമ്പും ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഇവളുടെ പേരിലുള്ളത് കൊണ്ട് കാര്യങ്ങള് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. നമ്മളൊരാളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ മറ്റേ അവളുടെ അക്കൗണ്ട് കയറിയിട്ട് തന്നെ അവളുടെ ലൈവിറ്റി എല്ലാ ഇതും എല്ലാം കാണിച്ചു കൊടുത്തു. അത് ഓൾറെഡി ഡൗൺലോഡ് ഒക്കെ ചെയ്ത് വെച്ചിരുന്നു. കാരണം എപ്പോഴാ മനസ്സ് മാറുക, എപ്പോഴാ ഡിലീറ്റ് ചെയ്യാറാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഒക്കെ സ്ക്രീൻ റെക്കോർഡ് ആക്കിയിട്ടും പിന്നെ ഡൗൺലോഡ് ചെയ്തിട്ടും അല്ലാണ്ടി ഒക്കെ ഞാൻ വെച്ചിരുന്നു. പിന്നെ ഏത് കൊടികത്തിയ വക്കീലാ വരുന്നേന്നൊക്കെ ചോദിച്ചിരുന്നു, അതും ഞാൻ കേൾപ്പിച്ചു കൊടുത്തു. ഇതാണ് അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും അവള് എല്ലാരെയും ചീത്ത വിളിക്കും, പോലീസിനെയും ചീത്ത വിളിക്കും. എന്തേലും പോലീസ് അവളവിടെ പഠിച്ചതെന്നാ. മോളെ മക്കളേന്ന് വിളിച്ചെന്ന് ചന്ദനത്തടിയുടെ കേസ് പറഞ്ഞിട്ടുണ്ട്. മോളെ മക്കളേന്ന് വിളിച്ച് പോലീസ് തട്ടിത്തടവിയിട്ടാണ് പോയി. പിന്നെ അത് കള്ളത്തരം, നാക്കെടുത്താ കള്ളത്തരേ പറയും. പിന്നെ വക്കീല് അവളെ കസ്റ്റഡിയിലാണെന്നും ആ ഏതൊക്കെയോ വക്കീലന്മാരെയൊക്കെ ചീത്ത വിളി, നാട്ടിലുള്ള ജനങ്ങളെ മൊത്തവും ചീത്ത വിളി. അവളെ ഉമ്മായെയും സഹോദരങ്ങളെയും എല്ലാരെയും ചീത്ത വിളിച്ച
അവളെ ബന്ധുക്കാരെയും ആ നാട്ടിൽ നിന്ന് തന്നെ സത്യം പറഞ്ഞ് അടിച്ചോടിച്ച് ഇപ്പൊ ഒന്ന് ഒതുങ്ങി കിടക്കണതിന്റെ കാര്യം തന്നെ ഷെരീഫ് കേസ് കൊടുത്ത്. ഷെരീഫ് പിന്നെ ഒരേ DGPക്ക് ആർക്കൊക്കെയോ കൊണ്ടുവന്ന് കേസ് കൊടുത്ത്. അതിന്റെ പേരിലാണ് ഒന്ന് ഒതുങ്ങി കിടക്കണം. ആ വീട്ടിൽ എത്ര പേരുണ്ട്, അവരെല്ലാരെയും അവള് ചീത്ത വിളിച്ച് ആ വാപ്പായൊക്കെ അടിക്കാൻ കയറി. മറ്റേ മോനെ മറിച്ച മോനെ എന്ന് വിളിച്ച് ആ വാപ്പാരത്തേക്ക് വാപ്പ, ഉമ്മ, ഷെരീഫിന്റെ ഭാര്യ, പിന്നെ ആ കുട്ടികളെ ഇത് ചൈൽഡ് കൊടുക്കണം. എല്ലെണ്ണം കൊടുത്തിട്ട് എവളെ കുരുക്ക് എന്നെ ചെയ്യണം. അങ്ങനെയൊക്കെയാണ്. ഇന്നലെ ഒരുപാട് വഴുകി. കാരണം ഈ വീഡിയോസുകളും കാര്യങ്ങളും ഇതൊക്കെ നോക്കാനായിട്ട് ഞാനും വൈഫ് ഇന്നലെ കാര്യമായിട്ട് അവിടെ തന്നെ ആയിരുന്നു. എന്താ പറയാ, മറ്റേ ഇവര് ഈ വീഡിയോ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് കഴിയണ്ടേ. പിന്നെ അതിന്റെ വൈഫിന്റെ മാത്രം കേട്ടോ ഇന്നലത്തത്. പിന്നെ വാപ്പാടെ ഉണ്ട്, ഉമ്മാടെ ഉണ്ട്, ഒക്കെ ഉണ്ട്. കാരണം വാപ്പ വേറെ ഇത് കൊടുത്തുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ കയറിന്റെ അതിന്റെ വാപ്പാടെ വീടാണല്ലോ. അപ്പൊ വാപ്പാക്ക് അതിന് റൈറ്റ്സിന്റെ വാപ്പ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവളുടെ പരാതി ഞാൻ ഇന്നലെ അവിടുന്ന് ഞാൻ കണ്ടു. അതിൽ തന്നെ പറഞ്ഞിരിക്കണത് ഞാനും വാപ്പയും കയറി പീഡിപ്പിച്ചു, മറ്റേ അവളെ തല്ലി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്കെതിരെ. അയ്യോ ഷാജിദ, നീ ശുന്നരി എന്ന് പറയുമ്പോ ആണോ നീ ശുന്നരി? അപ്പൊ കുറച്ചുകൂടെ പോയി ഷാജി ബ്യൂട്ടി വൈറ്റനിങ് ക്രീം. എന്റെ ഇവിടെയൊക്കെ ഇപ്പൊ കറുത്ത് കേട്ടോ ഷാജിദ, എനിക്കും കൂടെ തരണേ ഇത്തിരി ക്രീം. പൈസ ഇല്ല തരാൻ. കൊടുത്തിക്കണേ അത് പ്രശ്നമൊന്നുമില്ല. അതെന്താ അറിയോ, അതിന്റെ മുമ്പ് തന്നെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു കൊടുത്തത്. പെണ്ണുങ്ങളെ കേസ് കൊടുത്ത എന്താ സംഭവിക്കാന്നറിയില്ലേ? ഞാൻ നിന്റെ പേരിൽ കേസ് കൊടുത്താണ്ടല്ലോ, പിന്നെ നീ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു. എന്റെ പൊന്നെ, പെണ്ണുങ്ങൾ കള്ളക്കേസ് കൊടുത്താലും കൂട്ടുങ്ങും കേട്ടാ. ആണുങ്ങളെ കൊണ്ടുവന്ന് അവര് ചെക്ക് ചെയ്യും ഈ കേസിന്റെ സത്യാവസ്ഥ എന്തോന്നാണ് എന്ന്. പോലീസന്മാര് വെറുതെ അല്ല അവിടെ ഇരിക്കണത്, അവരുടെ ഡ്യൂട്ടിയാണ്. അവര് ചെക്ക് ചെയ്യും എങ്ങനെയാണ്. നീ ഇപ്പൊ പറഞ്ഞല്ലേ ഷെരീഫിന്റെ വാപ്പായും ഷെരീഫും കൂടെ കയറി പിടിച്ചെന്ന്. ഇത്രയും ജനങ്ങള് കണ്ടോണ്ട് നിൽക്കുകയായിരുന്നല്ല. നിന്റെ ലൈവ് ഇടുമ്പോ 10,000 പേര് കയറുമല്ല നിന്റെ ചീത്ത വിളിയേക്കാൻ. അപ്പോഴും എല്ലാരും കണ്ടോണ്ട്, ആരും കണ്ടില്ല ഷെരീഫിന്റെ വാപ്പായും ഷെരീഫും. നീയല്ലേ തെയ്യെന്നും പറഞ്ഞ ആ പാവം വാപ്പായ ചീത്ത വിളിച്ചത്. കഥാപ്രസംഗം ഉണ്ടായിരുന്നല്ലോ, അതും കാണിച്ചു കൊടുത്തു. ഇതൊക്കെയായിരുന്നു ലക്ഷ്യം. പിന്നെ അതിന്റെ മുമ്പുള്ള അവിടെ ആദ്യം താമസിച്ചിരുന്നിടത്ത് കുറച്ച് മജ്ലിസ് നൂർ ഉണ്ടായിട്ടില്ലേ, അയലൊക്കെക്കാരോട്ടെ ആ റോഡിലൊക്കെ ഇറങ്ങിയിട്ട് അതും കാണിച്ചു കൊടുത്തു. പിന്നെ അവളുടെ ഉമ്മാനെ സത്യമാണ്, അവൾ ആ നെല്ലിക്കാട് നാട്ടിൽ ഇറങ്ങിക്കിടന്ന് അവൾ ആ റോഡിൽ കിടന്നിട്ട് അവളെ ടോപ്പ് പൊക്കണ കാണുമായിരുന്നു. എന്നിട്ട് അവള് ഡാൻസ് കളിക്കുന്നു. എത്ര വിവരമുണ്ട് അവൾക്ക് ആ മക്കളെയും കൊണ്ട് കിടന്നിട്ട്. അവള് പറയുന്ന ഫുള്ള് തെറിയും ഫുള്ള് വീഡിയോസും സായുധ കോൾ റെക്കോർഡ് അടക്കം ഇന്നലെ അവിടുന്ന് കേൾപ്പിച്ചു. അങ്ങനെ ഇന്നലെ മണിക്കൂർ കണക്കിന് അവിടെ ഇരുന്നു. എന്റെ പൊന്നേ, പോലീസന്മാരൊക്കെ ചെവിയില് പഞ്ഞി വെച്ചിട്ടുണ്ടായിരിക്കും. സാറന്മാരെ സമ്മതിച്ചു കൊടുക്കണം അത് കേട്ടെങ്കിൽ. എന്നിട്ട് തന്നെ പോന്നത് അതാ പറയുന്നത്. ഇത് അതിന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് അങ്ങനെ ഭംഗിയായി നടക്കുന്നുണ്ട്. അങ്ങനെ വിട്ടുകൊടുക്കാനോ വിട്ട് കളയാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്റെ പെരിക്ക് കയറി വന്നപ്പോഴേക്ക് അതെങ്ങനെ നേരിടണം എന്നുള്ളത് എനിക്കറിയാം. അതിനിപ്പോ നീ എത്ര വലിയ ചാവാളിപ്പട്ടിനെ അവള് കൂട്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും എത്ര വലിയ ഡ്രാമ കളിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. അത് വഴിയെ മനസ്സിലാവും. ഷെരീഫിനെ കണ്ടപ്പോഴത്തേക്ക് ഇതിരുന്ന് വെള്ളപ്പാണ്ടൊക്കെ വിളിക്കണിട്ട്. ഇവക്ക് സഹിക്കണില്ല. ഷെരീഫ് അങ്ങനെ കൈലി കൊടുത്ത് തക്കോടിയൊക്കെ കെട്ടി പകുതി വെച്ച് കൈലിയൊക്കെ കൊടുത്തപ്പോ ഇവക്ക് സഹിക്കണം. ഷെരീഫ് അങ്ങോട്ട് ചെല്ലാത്തത് കൊണ്ടാണ്. ഷെരീഫ് അങ്ങോട്ട് ചെന്നിരുന്നിരുന്നെങ്കിണ്ടല്ലോ നിന്നെ എന്തായാലും ആവശ്യമില്ല. അവൻ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് അവന് കിട്ടിയത്. എന്നിട്ട് അതിനെ വെച്ചിട്ടാണ് നിന്നെ കയറി പീച്ചെന്ന് പറയണത്. പാപ്പായും മോനും കൂടെ പീച്ച് ഹലോ, ഇനിയും ചാർജ് പോകും കണ്ടോ. അത് ബാറ്ററി empty കാണിക്കും. അത് വരെ എത്തും. ഞാൻ പറഞ്ഞേ A തൊട്ട് Z വരെ ഉള്ളത് ഫുള്ള് അവരിരുന്ന് കണ്ടിക്കണം എന്താണ് എന്നുള്ളത്. പിന്നെ ഞാൻ DGPക്കും DYSPക്കും കൊടുത്ത ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു. നമ്മളിത് കൊടുത്തതും മെയിൽ ചെയ്തതൊക്കെ അതൊക്കെ ഇരുന്നിട്ട് എല്ലാം നോക്കി അതിന്റെ എന്താണ് അതിന് ചെയ്യാൻ പറ്റുക അത് മാക്സിമം അവര് ചെയ്തു തരും. പിന്നെ അവർക്ക് തന്നെ അറിയാം നമുക്കെതിരെ കൊടുത്ത കേസ് ഒരു ഡ്രാമയാണ്, അത് നിലനിൽക്കൂല എന്നുള്ളത്. കാരണം ആർക്കും ആരുടെ പേരിലും കേസ്. പിന്നെ കള്ളത്തരമാണെന്ന് അറിഞ്ഞൂടെ? നീ കള്ളക്കേസൊക്കെ കൊടുക്കുമ്പോ ഓരോന്ന് ആലോചിക്കണം കേട്ടാ. നിന്നെ കയറി പിടിച്ചെന്നും പറഞ്ഞു കൊടുക്കുമ്പോ ഒന്ന് ആലോചിച്ചിട്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാവൂ കേട്ടോ. അത് തെളിയുവേ കൊടുക്കാം. പക്ഷെ അതിന്റെ വാല്യൂ എപ്പോഴാ തെളിയിച്ചിട്ടാ അതിന് തക്കതായ എവിഡൻസ് ഉണ്ടെങ്കിൽ. എവിഡൻസ് ഇല്ലാതെ എന്താണെങ്കിലും ശരി അത് നമുക്ക് തന്നെ തിരിഞ്ഞു കൊടുക്കും. കൊത്തുന്ന് മാത്രമല്ല കുറെ വക്കീൽ ഫീസാണ് പോകുന്നേ ഉണ്ടാവുള്ളൂ. അല്ല
അല്ലാതെ അതിലൊരു കാര്യം. അവക്ക് അതിനു വേണ്ടിയായിരിക്കും ഈ ആളുകളുടെ അടുത്ത് വീണ്ടും തെണ്ടൽ തുടങ്ങിയ ഗൂഗിൾ പേയിലോട്ട് അയച്ചു കൊടുക്കാനായിട്ട് പൈസ ഇല്ല എന്ന് വന്നിരുന്ന് പബ്ലിക്കിന്റെ മുന്നിൽ പറയണതിന്റെ കാര്യം അതാണ്. ഇനി ആളുകൾ ലക്ഷക്കണക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ എന്റെ എന്താ പറയാ കുട്ടികളുടെ പേരിലുള്ളതും എന്റെ വൈഫിന്റെ പേരിലുള്ളതും വൈഫ് കൊടുത്തിട്ടുണ്ട്. എന്റെ വീട്ടിക്ക് കയറി വന്നിട്ട് എന്റെ ഉപ്പിയും കൊടുത്തിട്ടുണ്ട്, ഉമ്മയും കൊടുത്തിട്ടുണ്ട്. അപ്പോ അതങ്ങനെ ഒരു സെക്ഷനാണ്. ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ എന്താ വെച്ചിട്ടാ കൊടുക്കാത്തത്, എന്റെ പേരിക്ക് ഏതായാലും വരുന്നുണ്ടല്ലോ, അപ്പൊ അതും കൂടി നിർത്തി ഞാനത് കൊടുക്കാൻ വിചാരിച്ചിട്ടാ. ഇപ്പൊ ഇവരെ കൊടുത്തിട്ടുള്ളൂ. അപ്പോ എല്ലാ കെട്ടും അടങ്ങും. നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഷെരീഫ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഷാജിദ ചില്ലറക്കാരിയൊന്നും അല്ല കേട്ടോ. ഇപ്പൊ ഒന്ന് ഒതുങ്ങിയിരിക്കണേന്റെ കാര്യം അവരെല്ലാരും കേസ് കൊടുത്തതിന്റെ പേരിലാണ് ഷാജിദ ഒന്ന് ഒതുങ്ങിയത്. ഇല്ലെങ്കിൽ ഷാജിദ തുടങ്ങിയനായിരുന്നു. ഇപ്പൊ കമന്റ് ഇടുന്നവരെ അങ്ങനെയൊന്നും ഒന്നും പറയുന്നില്ല, മിണ്ടാതെ ഇരിക്കും പാവങ്ങളൊക്കെ ഇരുന്നിട്ട്. ഇപ്പൊ വീണ്ടും തായേ എന്നും പറഞ്ഞുകൊണ്ട് ഒന്നും ഇല്ല എന്തായിരുന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇതൊക്കെ പറച്ചില് തുടങ്ങി. അങ്ങനെ അല്ലായിരുന്നല്ല നീ ചെയ്ത് കൂട്ടിയത്. ആ വീട്ടിൽ കിടന്ന് അക്രമം കാണിച്ച് ആ നാട്ടുകാരെ അയൽവക്കക്കാരെ വീഡിയോയും എടുത്ത്, ഷെരീഫിന്റെ വീട്ടിന്റെ അയൽവക്കത്തുള്ളവരെ വീഡിയോയും എടുത്ത് അവരെ വീട്ടിലും ചെന്ന് കിടന്ന് ചീത്ത വിളിച്ച്. കറക്റ്റ് ആണെങ്കിൽ അവരും കേസ് കൊടുക്കാനുള്ളതാണ്. ഷാജിദ ഒതുങ്ങിയാൽ നിനക്ക് കൊള്ളാം.